എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഒരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 കാർഡുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയില്ല, 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സ്വാതന്ത്ര്യം, ലാഭം, ധനം ഇവ നിങ്ങളിലേക്ക് എത്തിയിരിക്കും. നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാതന്ത്ര്യവും ലാഭവും ധനവും സമൃദ്ധിയുമാണ്. ഏതൊക്കെ വഴികളിലൂടെയാണ് ധനം വരുന്നത്, സമൃദ്ധി വരുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും ഇതൊക്കെ നടക്കുമോ എന്നുള്ളത്. അത്തരത്തിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കത് ലഭിക്കും. ഭൗതിക ഉന്നമനവും സ്വയം സംരക്ഷണവും മുൻപത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് ദി സ്റ്റാർ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ആത്മവിശ്വാസം, ശാന്തത, പ്രതീക്ഷ, ഉന്നമനം. നക്ഷത്രത്തെ പോലെ തിളങ്ങാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം നടക്കുകയും പ്രശാന്ത സുന്ദരമായ ഒരു ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സൂര്യനാണ് ഊർജ്ജത്തിൻ്റെ പ്രധാന ഉറവിടം. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രശോഭിക്കാൻ സാധിക്കും. തൊടുന്നതെല്ലാം പൊന്നാക്കാനും ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും കഴിയും. സൃഷ്ടിപരമായ ശാന്തതയിലേക്കും നല്ല സമാധാനത്തിലേക്കും ജീവിതം പോകാൻ കാരണമാകും. അത് വലിയൊരു നേട്ടമായിരിക്കും. നിങ്ങൾക്കറിയാമോ, സ്റ്റാർ എന്ന കാർഡിൻ്റെ മുകളിൽ കാണുന്ന വലിയ നക്ഷത്രം ആത്മവിശ്വാസത്തിൻ്റെയും ആത്മീയ ചൈതന്യത്തിൻ്റെയും പ്രതീകമാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചെറിയ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് പ്രചോദനങ്ങളുമാണ്. ജലമൊഴുക്കുന്നത് ജീവൻ്റെ തുടിപ്പിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവൻ നിലനിൽക്കുന്നതിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും നിങ്ങളുടെ ആകാംക്ഷയുടെയൊക്കെ പ്രതീകമാണ്. വലിയ പോസിറ്റീവായിട്ടുള്ളൊരു തലമാണ് ഉണ്ടാവുന്നത്. മൂന്നാമത്തെ കാർഡ് കുടുംബപരമായൊരു ബാധ്യതയോ സാമ്പത്തികമായി നിങ്ങൾ കണ്ടെത്തേണ്ട, അതിജീവിക്കേണ്ട ഒരു പ്രശ്നത്തെ സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് തന്നെ ചിലർ നിങ്ങൾക്കെതിരെ ചേരിതിരിവിന് ശ്രമിക്കുകയും ഭിന്നിപ്പുണ്ടാക്കുകയും ശ്രമിക്കുന്നു. അതിൻ്റെ സാമ്പത്തികവും മനോപരവുമായ നഷ്ടങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൂടെ അനിശ്ചിതത്വം ഉണ്ടാവുന്നു. നിങ്ങളുടെ തുടർന്നു പോകുന്ന നന്മയെ തടയാനോ സമൃദ്ധിയെ ഇല്ലാതാക്കാനോ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ചില ആളുകൾ ശ്രമിക്കുന്നു. 10 ഓഫ് പെൻറ്റക്കിൾസിൽ ഇതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ആത്മപരിശോധന നിങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളറിയാതെ വഞ്ചിക്കുന്ന ചിലർ അടുത്തുകൂടുന്നു. ഒരുപക്ഷെ സമൃദ്ധിയും സമ്പത്തും ഉണ്ടാകുമ്പോൾ നിങ്ങളെ കൊള്ളയടിക്കാനും നിങ്ങളെ തകർക്കാനും നശിപ്പിക്കുവാനുമായി ചിലർ അടുത്തുകൂടുന്നതിൻ്റെ പ്രതീകമായിട്ട് ഇതിനെ കണക്കാക്കാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ ആത്മപരിശോധനയും ആത്മീയ ജ്ഞാനവും ആത്മവിശ്വാസവും ആത്മാവിനെ കണ്ടറിയാനും ശ്രമിക്കുക. നിങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന ആളുകളിൽ നിന്ന് വിജയം നേടാൻ നിങ്ങൾക്കതുകൊണ്ട് ഉപകരിക്കും. ചില ആളുകളെ അന്യായമായി നിങ്ങൾ വേദനിപ്പിച്ചതിൻ്റെയോ നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ അറിയാതെ സ്നേഹിച്ചതിൻ്റെയൊക്കെ പ്രതിസന്ധിയായിട്ടാണ് ഈ വരുന്നത്. അതുകൊണ്ട് ആത്മീയതയിലേക്ക് തിരിഞ്ഞു പോകുക, നന്മയുണ്ടാകും. സമൃദ്ധിയെ ഇല്ലാതാക്കാൻ ശത്രുക്കൾക്ക് സാധിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.